നമസ്തേ. ജീവിതത്തിൽ ഏതൊരു വസ്തു കിട്ടണമെങ്കിലും അതിനൊരു നിശ്ചിത വില നൽകണം. കർമ്മരംഗത്ത് അങ്ങോട്ടൊന്നും കൊടുക്കാതെ എന്തെങ്കിലും നേടാൻ സാധ്യവുമല്ല. മത്സര പരീക്ഷയിൽ വിജയിക്കണമെങ്കിൽ ഉറക്കമൊഴിച്ച് കഷ്ടപ്പെട്ട് പഠിക്കണം. അതുപോലെ നല്ല വിളവ് കിട്ടണമെങ്കിൽ സമയത്ത് വിത്ത് വിതച്ച് വേണ്ട വളവും വെള്ളവുമെല്ലാം കൊടുക്കണം. നമ്മുടെ ജീവിതത്തിൽ നല്ല മാറ്റം വരണമെന്ന് നമ്മൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിനൊരൽപ്പം ത്യാഗം, ഒരൽപ്പം പ്രയത്നം, വിനയം, ക്ഷമ ഒക്കെ നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അതിനുള്ള മനസ്സ് നമുക്കുണ്ടാകണം. അതാണ് ആത്മകൃപ. ഹൃദയത്തിൽ ശാന്തി ഉണ്ടെങ്കിൽ ഏതിനേയും നമുക്ക് അതിജീവിക്കാം. ഇന്ന് നമ്മുടെ ശ്രദ്ധ അധിക സമയവും നമ്മളിലല്ല. നമ്മുടെ മനസ്സും ബുദ്ധിയും സദാ ലോകകാര്യങ്ങളിൽ വ്യാപരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ തെറ്റുകളെക്കുറിച്ചോ കുറവുകളെക്കുറിച്ചോ നമുക്ക് ശരിയായ ബോധവുമില്ല. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ എത്രയോ പ്രശ്നങ്ങളുണ്ട്. എന്നാൽ അവയ്ക്ക് പരിഹാരം തേടുന്നതിനേക്കാൾ ഉപരി അവയുടെ ഉത്തരവാദിത്വം മറ്റുള്ളവരിൽ ആരോപിക്കുന്നതിലും അവരുടെ കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്നതിലുമാണ് നമ്മുടെ ശ്രദ്ധ. മറ്റുള്ളവരുടെ നിസ്സാരമായ തെറ്റുകൾ പോലും ക്ഷമിക്കാൻ നമ്മൾ തയ്യാറല്ല. അത് കാരണം അവരും നമ്മളോട് പ്രതികൂല മനോഭാവം കൈക്കൊള്ളും. ഇങ്ങനെ പരസ്പരം ദ്രോഹിക്കുന്നതിലൂടെ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ദുഃഖങ്ങൾ വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ശരിയായ അവബോധമുണ്ടെങ്കിൽ നമ്മുടെ തെറ്റുകളും കുറവുകളും തിരിച്ചറിയാനും തെറ്റായ ചിന്തകളെയും വികാരങ്ങളെയും നിയന്ത്രിക്കാനും നമുക്ക് കഴിയും. അവബോധമുണ്ടാവണമെങ്കിൽ അവബോധമുണ്ടാവാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക എന്നതാണ് വേണ്ടത്. ക്രോധം, അസൂയ തുടങ്ങിയവയെ നിയന്ത്രിക്കാനും അലസത, അക്ഷമ, അത്യാഗ്രഹം തുടങ്ങിയവയെ ഒഴിവാക്കാനും അവബോധം കൊണ്ട് സാധിക്കും. ഒരു വൃദ്ധ ബസ്സിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒരു സ്റ്റോപ്പിൽ വെച്ച് അഹങ്കാരിയായ ഒരു ചെറുപ്പക്കാരി കുറേ ബാഗുകളുമായി ബസ്സിൽ കയറി. അവൾ ബാഗുകളെല്ലാം വൃദ്ധയുടെ മുമ്പിൽ കൊണ്ടുവച്ചു. എന്നിട്ട് അടുത്ത സീറ്റിൽ അവരിരുന്നു. വൃദ്ധയ്ക്ക് കാല് വയ്ക്കാനുള്ള സ്ഥലം പോലും ഇല്ലാതെയായി. പക്ഷെ അവർ ഒരു പരാതിയും പറയാതെ ശാന്തമായിരുന്നു. ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തിയപ്പോൾ അവരെഴുന്നേറ്റു. ഇതെല്ലാം ശ്രദ്ധിച്ചിരുന്ന മറ്റൊരു യാത്രക്കാരി അവരോട് ചോദിച്ചു, ആ ചെറുപ്പക്കാരി നിങ്ങളെ ഇത്രയും ബുദ്ധിമുട്ടിച്ചിട്ട് എന്തേ നിങ്ങൾ പരാതിയൊന്നും പറയാതിരുന്നത്? വൃദ്ധ ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് പറഞ്ഞു, സഹോദരി, ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ മനഃശാന്തി കളയണോ? എൻ്റെ യാത്ര ഈ സ്റ്റോപ്പിൽ തീരും.
ഞാൻ ദേഷ്യപ്പെട്ടിരുന്നെങ്കിൽ ആ തരംഗങ്ങളുമായിട്ടായിരിക്കും ഞാൻ വീട്ടിലേക്ക് മടങ്ങുന്നത്. എൻ്റെ മക്കളോടും മരുമക്കളോടും ഞാൻ ആ ദേഷ്യം കാണിച്ചു എന്നും വരാം. മോളെ, നമ്മുടെ ജീവിതയാത്ര വളരെ ചെറുതാണ്. മറ്റുള്ളവരോടൊപ്പം സഹകരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞാൽ നമുക്ക് തന്നെയാണ് അതിൻ്റെ ഗുണം. അധർമ്മത്തോട് വിട്ടുവീഴ്ച ചെയ്ത് ജീവിക്കുന്നതിൽ മുന്നോട്ട് പോകണം. ആ ജീവിതം അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം. അതിൻ്റെ അർത്ഥം വിട്ടുവീഴ്ച ചെയ്ത് മുന്നോട്ട് പോകണമെന്നല്ല, മറിച്ച് ആത്മനിയന്ത്രണമുണ്ടെങ്കിൽ നമുക്കും മറ്റുള്ളവർക്കും ഒരുപോലെ പ്രയോജനമുണ്ടാകും എന്നാണ്. പ്രതികൂല സാഹചര്യത്തിൽ നമ്മൾ നിയന്ത്രണം പാലിച്ചാൽ നമ്മുടെ ആ നല്ല മാതൃക മറ്റുള്ളവരിൽ മാറ്റമുണ്ടാക്കാം. ജയവും പരാജയവും മാനവും അവമാനവുമൊക്കെ ജീവിതത്തിൽ ഒഴിവാക്കാനാവാത്തതാണെന്ന് തിരിച്ചറിഞ്ഞ് മനസ്സിനെ ശാന്തമാക്കണം. ക്ഷമിക്കുക, മാപ്പ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ വെറും ഒരു ചവിട്ടിയായി തീരുകയല്ലേ? അത് തെറ്റു ചെയ്യുന്നവർക്ക് പ്രോത്സാഹനമാവില്ലേ എന്ന് ചിലർ ചിന്തിച്ചേക്കാം. അങ്ങനെയല്ല. ക്ഷമിക്കുന്നവനും ക്ഷമിക്കപ്പെടുന്നവനും ജീവിതത്തിൽ മുന്നേറാൻ സാധിക്കുന്ന സാഹചര്യം ഒരുക്കുകയാണ്. ആ സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. ക്ഷമ എന്ന് പറയുന്നത് ദുർബലതയല്ല. നമ്മളിലെ നല്ല സംസ്കാരത്തെ ഉണർത്തിക്കൊണ്ടുവരുന്നതിന് ക്ഷമയ്ക്ക് സാധിക്കും. ആവശ്യമായ ഘട്ടങ്ങളിൽ അധർമ്മത്തിനെതിരെ പ്രതികരിക്കുക തന്നെ വേണം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം നമ്മുടെ മനസ്സിൻ്റെ ശാന്തിയും സമാധാനവും നിലനിർത്തുക എന്നതാണ്. അത് മറക്കരുത്. ക്ഷമ ഏറ്റവും ശക്തമായ ഒരു കവചമാണ്. മനസ്സിനെ നമ്മുടെ കയ്യിൽ നിയന്ത്രിക്കാനുള്ള ഒരു ഉപാധിയാണ്. ക്ഷമിക്കാനുള്ള ശക്തി നാം ഓരോരുത്തരും ആർജിച്ചെടുക്കുക തന്നെ വേണം. അങ്ങനെയല്ല വേണ്ടത് എന്ന് വെറുതെ ഒന്നാൽ